ഹായ് ഫ്രണ്ട്സ്, അടിപൊളി ചെറുപയർ പായസം തയ്യാറാക്കാൻ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ചെറുപയർ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയി കേട്ടോ. അതിനുശേഷം നമ്മൾ ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പാനിയായിട്ട് ഇതാണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ പയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഈ പാകത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരണ്ടിയ ഇതിൻ്റെ ഒരു 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാട പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് മതിയാവും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പം നമ്മൾ നെയ്ക്കകത്തൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മളെല്ലാം കൂടെ വറുത്ത് കോരി എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1ാം പാൽ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് 1ാം പാല്. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് നമ്മുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ബൈ. ഇതൊരു അടിപൊളി പായസമാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ.